ഗവൺമെൻറ് ഐ ടി മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗിരിജ. ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡുകളിലെ സെക്കൻഡ് ഇയർ സിലബസിൽ വരുന്ന മോഡ്യൂൾ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ പാർട്ട് 6 ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ സർക്യൂട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫംഗ്ഷൻ ജനറേറ്ററായിട്ട് ഉപയോഗിക്കുന്ന IC 8038 ആണ്. ഇതൊരു മോണോലിത്തിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. ഇതിന് ഹൈ ആക്യുറസിയിലുള്ള സൈൻ വേവ്, സ്ക്വയർ വേവ്, ട്രയാങ്കുലർ വേവ്സ് എന്നിവ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിനായിട്ട് ഈ ICയോടൊപ്പം വളരെ ചുരുങ്ങിയ കമ്പോണൻറ്റുകളെ എക്സ്റ്റേണലായി കണക്ട് ചെയ്യേണ്ടതുള്ളൂ. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വൈഡ് ആണ്. അതായത് 0.001 ഹെഡ്സ് മുതൽ 300 കിലോ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി ഇതിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഔട്ട്പുട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ലോ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ടെമ്പറേച്ചർ വേരിയേഷനോ പവർ സപ്ലൈ വേരിയേഷനോ ബാധിക്കാതെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കാരണമോ VCCയിലുള്ള വ്യത്യാസം കാരണമോ വരാവുന്ന ഫ്രീക്വൻസി ഡ്രിഫ്റ്റ് വളരെ കുറവാണ്. ഇതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ, അതായത് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പൾസിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ 2% മുതൽ 98% വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ IC വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. നമുക്ക് ഈ ICയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. IC 8038 2 കറണ്ട് സോഴ്സ്, 2 കമ്പാരറ്റർ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, 2 ബഫർ ആംപ്ലിഫയർ, ഒരു സൈൻ വേവ് കൺവെർട്ടർ എന്നീ ഭാഗങ്ങളാണ് ഉള്ളത്. 2 കറണ്ട് സോഴ്സുകളാണ്. ഒന്ന് ഇത്, ഒന്ന് ഇത്. കറണ്ട് സോഴ്സ് 1, കറണ്ട് സോഴ്സ് 2. അതേപോലെ കമ്പാരറ്റർ 1, കമ്പാരറ്റർ 2, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ബഫർ നമ്പർ 1, ബഫർ നമ്പർ 2, സൈൻ വേവ് കൺവെർട്ടർ. അപ്പോൾ ഇത്രയും സെക്ഷനുകളായിട്ടാണ് ഈ IC വർക്ക് ചെയ്യുന്നത്. ഈ IC ഇതിലെ കറണ്ട് സോഴ്സിൽ ഒന്നാമത്തേത് സ്ഥിരമായി ഓൺ കണ്ടീഷനിലായിരിക്കും. രണ്ടാമത്തേത് തുടർച്ചയായി ഓൺ ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. ഇത് ഓൺ ഓഫ് ആക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യുന്നത് കമ്പാരറ്റർ ആണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ 10th പിന്നിൽ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റർ, ഈ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കും. കറണ്ട് സോഴ്സ് 1 വഴി ചാർജിങ്ങും കറണ്ട് സോഴ്സ് 2 വഴി ഡിസ്ചാർജിങ്ങുമാണ് നടക്കുന്നത്. അതായത് കറണ്ട് സോഴ്സ് 2 ഓഫ് ആയിരിക്കുമ്പോഴാണ് ചാർജിങ് നടക്കുന്നത്, ഓൺ ആയിരിക്കുമ്പോഴാണ് ഡിസ്ചാർജിങ് നടക്കുന്നത്. കറണ്ട് സോഴ്സ് 1ലെ കറണ്ട് Iയും കറണ്ട് സോഴ്സ് 2ലെ കറണ്ട് 2Iയുമാണ്. ഓക്കെ, കറണ്ട് സോഴ്സ് 2 ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ കറണ്ട് സോഴ്സ് 1ൽ നിന്നും ഉള്ള കറണ്ട് ഉപയോഗിച്ച് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് സാവധാനത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വോൾട്ടേജ് ലെവൽ, അതായത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വോൾട്ടേജ് ലെവൽ 2/3 ഓഫ് VCC, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന VCCയുടെ 2/3 എന്ന അളവെത്തുമ്പോൾ ഈ കമ്പാരറ്റർ 1 ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യുന്നു. കാരണം കപ്പാസിറ്ററിലെ വോൾട്ടേജ് ആണ് കമ്പാരറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? കപ്പാസിറ്ററിൽ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വോൾട്ടേജ് ക്രമേണ ഉയർന്നുകൊണ്ടിരിക്കുന്നു. VCCയുടെ 2/3, 2 ഭാഗം എത്തുമ്പോൾ കമ്പാരറ്റർ 1 ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യുന്നു. ഈ സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അപ്പോഴുണ്ടായിരുന്ന സ്റ്റേറ്റിൽ നിന്ന് മാറ്റം സംഭവിക്കുകയും ഇത്
കറണ്ട് സോഴ്സ് 2 ഓൺ ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഈ കറണ്ട് സോഴ്സിലൂടെ ഡിസ്ചാർജിങ് നടക്കുന്നു. എന്തൊക്കെ സംഭവിച്ചു? ഫ്ലിപ്പ് ഫ്ലോപ്പ് കറണ്ട് സോഴ്സ് 2വിനെ ഓണാക്കി കപ്പാസിറ്റർ കറണ്ട് സോഴ്സ് 2 വഴി ഡിസ്ചാർജിങ് നടക്കുന്നു. അപ്പോൾ കപ്പാസിറ്ററിലെ ഡിസ്ചാർജ് വോൾട്ടേജ് ക്രമേണ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. വോൾട്ടേജ് താഴുന്നു. ഈ വോൾട്ടേജിന്റെ ലെവൽ 1/3 VCC ആവുമ്പോൾ, അതായത് 2/3 VCCയിൽ നിന്ന് 1/3 VCCയിലേക്ക് 1/3 ഭാഗത്തിലേക്ക് താഴുമ്പോൾ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 18 വോൾട്ട് ആണെന്ന് കരുതുക. അപ്പം 6 വോൾട്ടിലേക്ക് താഴുമ്പോൾ 3 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 6 ആണല്ലോ കിട്ടുക. 3/1 എന്ന് പറയുന്നത്, 3/2 എന്ന് പറയുമ്പോൾ 12. അപ്പോൾ ആദ്യം 12 വോൾട്ട് വരെ ചാർജ് ചെയ്ത കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് 6 വോൾട്ടിൽ എത്തുമ്പോൾ, നമ്മൾ ഉദാഹരണം പറയാണ്, VCC അപ്ലൈ ചെയ്തത് 18 ആണെങ്കിൽ ഇപ്പോൾ ഈ കപ്പാസിറ്ററിലെ വോൾട്ടേജ് 6 ആയാൽ കമ്പാരിറ്റർ ടു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ വീണ്ടും ട്രിഗർ ചെയ്യുന്നു. ഓക്കെ, ഈ സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് വരികയും കറണ്ട് സോഴ്സ് 2 ഓഫ് ആവുകയും ചെയ്യുന്നു. തുടർന്ന് വീണ്ടും കപ്പാസിറ്റർ ചാർജ് ആരംഭിക്കുന്നു. അപ്പോൾ വീണ്ടും 2/3 ലെവലിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഈ കപ്പാസിറ്റർ തുടർച്ചയായി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്നതിൻ്റെ ഫലമായി ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ട്രയാങ്കുലർ വേവ് ഈ പോയിന്റിൽ നിന്നും ബഫർ ആംപ്ലിഫയറിലെത്തി അവിടെ നിന്ന് പിൻ നമ്പർ 3യിലേക്ക്, അതായത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭ്യമാവുന്നു. ഓക്കെ, ഇതേ സമയം ഫ്ലിപ്പ് ഫ്ലോപ്പും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന സ്ക്വയർ വേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് മറ്റൊരു ബഫറിലൂടെ പിൻ നമ്പർ 9ൽ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ICയുടെ പിൻ നമ്പർ 3യിൽ ട്രയാങ്കുലർ വേവും പിൻ നമ്പർ 9ൽ സ്ക്വയർ വേവും കിട്ടി. ഇനി പിൻ നമ്പർ 3യിൽ വന്നിരിക്കുന്ന ട്രയാങ്കുലർ വേവ് ബഫർ സ്റ്റേജിൽ നിന്നും സൈൻ കൺവെർട്ടറിലൂടെ കടത്തിവിട്ട്, അതായത് ഈ ട്രയാങ്കുലർ വേവിനെ സൈൻ വേവ് ആക്കി കൺവെർട്ട് ചെയ്യാനുള്ള സർക്യൂട്ടിലൂടെ കടത്തിവിട്ട് നമുക്ക് പിൻ നമ്പർ 2വിൽ സൈൻ വേവ് ലഭിക്കുന്നു. ഇപ്പോൾ ട്രയാങ്കുലർ വേവ് വന്നു, സൈൻ വേവ് വന്നു, സ്ക്വയർ വേവ് വന്നു. ഇങ്ങനെ 3 വേവ്സും നമുക്ക് ലഭ്യമാവുന്നു. ഓക്കെ, ഇത്രയുമാണ് ഈ ICയുടെ പ്രവർത്തനം. ഇനി നമുക്ക് ഈ ICയുടെ ഓരോ പിന്നിലെയും കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ പിൻ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിൻ നമ്പർ 1, പിൻ നമ്പർ 12, അതായത് ഈ പിന്നും ഈ പിന്നും എന്തിനു വേണ്ടിയാണ്? സൈൻ വേവിന് എന്തെങ്കിലും ഡിസ്റ്റോർഷൻ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കണക്ഷനാണ്. വേണമെങ്കിൽ നമുക്ക് പിൻ നമ്പർ 1ൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പിൻ നമ്പർ 12ൽ നിന്നോ 1ൽ നിന്നോ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്ത് സൈൻ വേവിൽ വരുന്ന ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളുടെ സർക്യൂട്ടിൽ ഒരു 82K റെസിസ്റ്റർ പിൻ നമ്പർ 12ൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിൻ നമ്പർ 2 സൈൻ വേവ് ഔട്ട്പുട്ടാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഏകദേശം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന VCCയെ 0.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിൻ നമ്പർ 3 ട്രയാങ്കുലർ ഔട്ട്പുട്ട്
ഔട്ട്പുട്ടാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ 0.33 ഇൻറ്റു VCC ആയിരിക്കും. ഓക്കെ, ഇനി പിൻ നമ്പർ 4ഉം 5ഉം ഡ്യൂട്ടി സൈക്കിളും ഫ്രീക്വൻസിയും നിയന്ത്രിക്കുന്നതിനുള്ള കണക്ഷനാണ്. ഇതിലും നമ്മൾ സാധാരണ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യുന്നു. പോർട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് വേരി ചെയ്യുന്നത് കൊണ്ട് ഡ്യൂട്ടി സൈക്കിളും അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി പിൻ നമ്പർ 6ലേക്കാണ് പ്ലസ് VCC അപ്ലൈ ചെയ്യേണ്ടത്. ഈ പ്ലസ് VCC 10നും 30നും വോൾട്ടിനിടയിലുള്ള അളവിലായിരിക്കണം. 10 വോൾട്ട് മുതൽ 30 വോൾട്ട് വരെയുള്ള അളവിൽ VCC അപ്ലൈ ചെയ്യാം. ഇനി പിൻ നമ്പർ 7 FM ബയാസ്, പിൻ നമ്പർ 8 FM സ്വീപ്പ്. അപ്പം ഇത് നമുക്ക് മോഡുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 2 പിന്നുകളിലേക്കാണ് മെസ്സേജ് സിഗ്നൽ നൽകുന്നത്. അതേപോലെ ഇതിലെ RA-RB, അതായത് 4ലും 5ലും നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റേഴ്സിൻ്റെ ജംഗ്ഷന് റെപ്രസെൻ്റ് ചെയ്യുന്ന പിന്നാണ് 8. ഈ പിൻ നമ്പർ 8നും VCCക്കും ഇടയിലുള്ള വോൾട്ടേജ്, ഇൻ ബിറ്റ്വീൻ പിൻ നമ്പർ 8 ആൻഡ് VCC ഈസ് നോൺ ആസ് V ഇൻപുട്ട്. ഈ V ഇൻപുട്ട് ഔട്ട്പുട്ട് ഫ്രീക്വൻസിയെ നിർണ്ണയിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മീൻസ് നമ്മൾ R1, R2 എന്നീ റെസിസ്റ്ററുകൾ ഫ്രീക്വൻസിയെ നിർണ്ണയിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും പിൻ നമ്പർ 8ലെ വോൾട്ടേജ് ഫ്രീക്വൻസിയെ നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ 1.5 ഇൻറ്റു Vin, 8 പിന്നിലെ വോൾട്ടേജ് Vin ഡിവൈഡഡ് ബൈ 10th പിന്നിലെ കപ്പാസിറ്റർ, 4th പിന്നിലെ റെസിസ്റ്റർ RA ഇൻറ്റു VCC. ഇത് വെച്ചിട്ട് അതായത് 1.5 ഇൻറ്റു Vin ഡിവൈഡഡ് ബൈ C ഇൻറ്റു RA ഇൻറ്റു VCC എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പിൻ നമ്പർ 7, 8 എന്നിവ ഷോർട്ട് ചെയ്താൽ ഫ്രീക്വൻസി 0.3 R ഇൻറ്റു C ആയിരിക്കും. ഓക്കെ, R റെപ്രസെൻ്റ് ചെയ്യുന്നത് പിൻ നമ്പർ 4ലെ റെസിസ്റ്റൻസ് ഈക്വൽ ടു പിൻ നമ്പർ 5ത്തെ റെസിസ്റ്റർ. അതായത് RAയും RBയും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു R. അപ്പോൾ RA 10K ആണെങ്കിൽ RBയും 10K ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ സ്യൂട്ടബിൾ ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് 8th പിന്നിലെ പോർട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, പിൻ നമ്പർ 9 ആണെങ്കിൽ സ്ക്വയർ വേവ് ഔട്ട്പുട്ടാണ്. പിൻ നമ്പർ 10 നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പാസിറ്റർ, ടൈമിംഗ് കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്യുന്നത്. പിൻ നമ്പർ 11 ആണെങ്കിൽ അവിടെയാണ് നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. പ്ലസ് VCC പിൻ നമ്പർ 6ലും മൈനസ് VEE പിൻ നമ്പർ 11ലുമാണ് അപ്ലൈ ചെയ്യുന്നത്. പിൻ നമ്പർ 13നും പിൻ നമ്പർ 14നും കണക്ഷൻ ഇല്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ 9th പിന്നിൽ നമ്മൾക്ക് സ്ക്വയർ വേവ് ലഭിക്കുന്നുണ്ട്. 9th പിന്നിൽ സ്ക്വയർ വേവ്, 3rd പിന്നിൽ ട്രയാങ്കുലർ വേവ്, 2nd പിന്നിൽ സൈൻ വേവ്. അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു പ്ലസ് VCC പിൻ നമ്പർ 6ലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതാണ് പിൻ നമ്പർ 6. ഇവിടെയാണ് പ്ലസ് VCC കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പിൻ നമ്പർ 6ലേക്ക് കണക്ട് ചെയ്തു. മൈനസ് VE 11th പിന്നിൽ നിന്ന് ഇതാണ്
ഗ്രൗണ്ട് അല്ലെങ്കിൽ മൈനസ് വോൾട്ടേജ്. ഈ വോൾട്ടേജ് പിൻ നമ്പർ 11ലേക്ക് കണക്ട് ചെയ്തു. സൈൻ വേവിലെ ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പിൻ നമ്പർ 12ൽ നിന്നും റെസിസ്റ്റർ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഈ റെസിസ്റ്റർ RL എന്ന് പറയുന്നത് ലോഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി പിൻ നമ്പർ 7ഉം 8ഉം കൂടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പിൻ നമ്പർ 10ലാണ് നമ്മൾ കപ്പാസിറ്റർ ഗ്രൗണ്ട് ചെയ്യുന്നത്. ഈ കപ്പാസിറ്ററാണ് തുടർച്ചയായി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്നതും ട്രയാങ്കുലർ വേവ് ഫോം ചെയ്യാനും സ്ക്വയർ വേവ് ഫോം ചെയ്യാനും ഒക്കെ കാരണമാവുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും നിയന്ത്രിക്കുന്നത് ഈ രണ്ട് റെസിസ്റ്ററുകളാണ്. ഈ രണ്ട് റെസിസ്റ്ററുകളും ഈക്വൽ വാല്യൂ ആണെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ 50% അതായത് ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നിൻ്റെ വാല്യൂ മറ്റേതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയാൽ മതി. ഇപ്പോൾ സർക്യൂട്ട് നമുക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ഔട്ട്പുട്ട് പിന്നുകൾ പിൻ നമ്പർ 2 സൈൻ വേവ്, 3 ട്രയാങ്കുലർ, 9 സ്ക്വയർ വേവ്. പ്ലസ് VCC പിൻ നമ്പർ 6ലാണ്, മൈനസ് VEE പിൻ നമ്പർ 11ലാണ്. ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് പിൻ നമ്പർ 4ലും 5ലുമാണ്. ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന കപ്പാസിറ്റർ 10ൽ നിന്ന് ഗ്രൗണ്ട് ചെയ്യുന്നു. സൈൻ വേവിലെ ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റെസിസ്റ്റർ പിൻ നമ്പർ 12ൽ നിന്നും ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിൻ നമ്പർ 9ൽ ലോഡ് റെസിസ്റ്ററും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഇതോടുകൂടി നമ്മളുടെ DSO എന്ന മോഡ്യൂളിലെ ലെസൺസ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മോഡ്യൂളിലെ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.